എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ പച്ചത്തലേന്ന് അവനാണെങ്കിൽ ഹീറോയെ കണ്ട് ഭയങ്കര സന്തോഷം. ഓ മൈ ഗോഡ്, ഞാൻ എന്തായി കാണണേ? ഞാൻ ആഗ്രഹിച്ച എന്റെ ദൈവം എന്റെ കിങ്ങിന്റെ മുൻപിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഐ ലോർഡ് ലൂഫി. ആക്ച്വലി നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങളെ കണ്ടാണ് ഞാനും ഒരു പൈററ്റായി മാറിയത്. ഒരുപാട് രാജ്യത്തിലൂടെയൊക്കെ കറങ്ങി ഇവിടം വരെ എത്തിച്ചത്. എന്റെ ജീവിതം അത് ശരിക്കും ധന്യമായി. നിങ്ങളെ ഇങ്ങനെ തൊട്ടടുത്ത് കാണാനോ സംസാരിക്കാനോ സ്പർശിക്കാനോ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. പക്ഷെ ലൂഫി ആണെങ്കിൽ അവനെ മൈൻഡ് പോലും ചെയ്യാതെ തട്ടിമാറ്റി ആ മത്സരം കാണാനായിട്ട് ഓടുകയാണ്. ഉടനെ പച്ചത്തലയൻ, മാസ്റ്റർ ലൂഫി പ്ലീസ് ഒന്നവിടെ നിൽക്ക്, ഞാൻ നിങ്ങളെ അന്വേഷിച്ചാണ് ഇത്രയും നേരവും ഈ ബിൽഡിംഗ് മുഴുവൻ കയറി ഇറങ്ങി നടന്നത്. ലൂഫി ആണെങ്കിൽ ഷോക്കാവും. ഇവനെങ്ങനെ എന്നെ മനസ്സിലായി? ഇവൻ എന്നെ തിരിച്ചറിഞ്ഞോ ചിന്തിച്ച് അവൻ അങ്ങനെ ആ പച്ചത്തലേനെ നോക്കും. ഇതാ ഇവിടെ ബേസ്മെന്റിൽ വീണ്ടും വീണ്ടും തോറ്റുപോയ ആളുകളെ എല്ലാവരെയും ഓരോരുത്തരായിട്ട് ഡംപ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പുതുതായിട്ട് താഴേക്ക് വീഴുന്നവർക്കൊന്നും ഇവിടെ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. അപ്പോ നമ്മുടെ മാസ്ക് മാൻ റിക്കു ആളാണെങ്കിൽ ഒരുപാട് വിഷമിച്ച് തല താഴ്ത്തി നിൽക്കും. അടുത്തുള്ള ഒരാള് കറക്റ്റായിട്ട് റിക്കുവെ തിരിച്ചറിഞ്ഞ് എല്ലാവരോടും പറയും. പക്ഷെ മറ്റുള്ളവർക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ടാവില്ല. മാസ്റ്റർ റിക്കു ആളെങ്ങനെ ഇവിടേക്ക് എത്തും? ആക്ച്വലി റിക്കു അത് മറ്റാരുമല്ല, ഡെസ്റോസ ഐലാൻഡിന്റെ പഴയ കിങ്ങാണ്. അദ്ദേഹം മരിച്ചുപോയി എന്നാണ് എല്ലാവരും കരുതിയത്. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഇപ്പൊ റിക്കു കിങ്ങിനെ കണ്ട് പരസ്പരം മർമറിയാണ്. അതിന് റിക്കു കിങ് ആളുടെ ഫേസ് മാസ്കും പടച്ചട്ടയും അതൊക്കെ അഴിക്കും. യു ഗായ്സ് ആർ അൺബിലീവബിൾ. നമ്മളെല്ലാവരും ഇപ്പോ ഈ അണ്ടർഗ്രൗണ്ടിലാണ് ഉള്ളത്. ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ എല്ലാവരും ഇപ്പൊ എന്നെ കുറിച്ചാണോ സംസാരിക്കണേ? അദ്ദേഹം അത് പറഞ്ഞിട്ടും ബാക്കിയുള്ളവർക്ക് അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അതെ, അത് കിങ് റിങ്കു തന്നെയാണ്. ആണെങ്കിൽ തീർത്തു പറയും, ഇനി ഒരു കാരണവശാലും ആരും എന്നെ കിങ് എന്നൊന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. ഞാനും നിങ്ങളെപ്പോലെ ഇപ്പോൾ വെറും ഒരു സാധാരണക്കാരനാണ്. എന്റെ ഗ്രാൻഡ് ചൈൽഡിനെ പോലും എന്നെ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാനായില്ല. അത് കേട്ട് മറ്റൊരു കിങ് ഇതിന്റെ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? നമ്മൾ പണ്ട് ഒരുമിച്ച് ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മളുടെ ഇടയിൽ സത്യത്തിൽ വലിയൊരു ബോണ്ട് ഉണ്ടായിരുന്നു. ആ ഡോഫ്ലമിംഗോ അവൻ വന്നതിന് ശേഷം അടുത്തുള്ള ഐലാൻഡിലുള്ള എല്ലാ കിങ്ങുകളെയും അവൻ ഒരാവശ്യമില്ലാതെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചു. അങ്ങനെയുള്ള പല കിങ്ങുകളും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആക്ച്വലി ആ ഡോഫ്ലമിംഗോ അവൻ ഇവിടെ വെച്ച് ഒരുപാട് വെപ്പൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവനാണ് എല്ലാവർക്കും വെപ്പൻ സപ്ലൈ ചെയ്യുന്നത്. പരസ്പരം രാജ്യങ്ങളെ തമ്മിൽ ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നതും അവർക്ക് വെപ്പൻസ് കൊടുക്കുന്നതും എല്ലാം അവൻ തന്നെ. അതിനുശേഷം ആ രാജ്യത്തെയും അവരുടെ പണവും സമ്പത്തും എല്ലാം തന്നെ അവൻ പിടിച്ചടക്കും. ഇതാണ് ഡോഫ്ലമിംഗോയുടെ സ്ഥിരം ദിനചര്യകൾ. അതുകൊണ്ട് തന്നെ അവനോട് ദേഷ്യമുള്ള ഒരുപാട് പേര് ഈ ഫൈറ്റിൽ പങ്കെടുക്കാൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ കപ്പട മീശക്കാരനാണെങ്കിൽ വമ്പൻ ദേഷ്യത്തില് കിങ് റിങ്കോട് പറയും, ആക്ച്വലി ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളോട് കടപ്പാടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ചെയ്തൊരു വലിയ മണ്ടത്തരം കാരണമാണ് ആ ഡോഫ്ലമിംഗോ ഈ ഒരു രാജ്യം ഏറ്റെടുത്തതും ബാക്കിയുണ്ടായിരുന്ന രാജ്യങ്ങൾക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായതും. ആക്ച്വലി ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന പലരും അവന്റെ ആയുധങ്ങൾ അതെവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്, അതെവിടെയാണ് ഉണ്ടാക്കുന്നത് എന്നറിയാനാണ് ഇവിടേക്ക് വന്നതുപോലും. പക്ഷെ ആർക്കും അതെവിടെയാണെന്ന് ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല. നിങ്ങളോടിപ്പോ ഞങ്ങൾക്ക് വെറുപ്പ് മാത്രമാണ്. അതിന് വേറൊരുത്തൻ ആ കപ്പട മീശക്കാരനോട് പറയുന്നത്, വർഷങ്ങൾക്ക് മുൻപ് എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയോ? നിനക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് വെറുതെ സംസാരിക്കാൻ പാടില്ല എന്ന് അവനൊരു താക്കീത് കൊടുക്കും. അപ്പോഴായിരിക്കും റിങ്കു രാജാവിന്റെ ഒരുപാട് അസിസ്റ്റൻസ് അവരിപ്പോ ഓരോ ഭാഗത്തിനായിട്ട് എഴുന്നേറ്റ് വരിക. അവര് മാത്രമല്ല ആ ടോയ്സുകളും ഇപ്പോ റിങ്കു രാജാവിനെ നോക്കി തല താഴ്ത്തി നിൽക്കുകയാണ്. മറ്റുള്ളവർക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ആക്ച്വലി ഈ ടോയ്സ് ഇവരും വർഷങ്ങൾക്ക് മുൻപ് ഈ കിങ്ങിന്റെ സോൾജിയേഴ്സ് ആയിരുന്നു. അവരിപ്പോ ഡോഫ്ലമിംഗോ കാരണമാണ് ഇതുപോലെ ടോയ്സുകളായിട്ട് മാറിയത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പോ ആ ഫിഷർമാൻ ആളാണെങ്കിൽ പുറത്ത് നിൽക്കുന്ന ഏതോ ഒരു ലേഡി ആയിട്ട് ട്രാൻസ്പോർട്ടേഴ്സ് നെയിൽ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. കട്ട് ചെയ്ത ഒരു പ്രത്യേകതരം ജെല്ലി അതിപ്പോ ആ അണ്ടർഗ്രൗണ്ടിലേക്ക് വന്ന് അപ്പാപ്പന്റെ ഒരു അസിസ്റ്റന്റിനെ അങ്ങനെ മുകളിലേക്ക് തൂക്കിയെടുക്കും. അവനെ ആണെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ ട്രബോൾ എന്ന് പേരുള്ള ആ ഒരു ടീമൻ അവനിപ്പോ അവന്റെ അടുത്തേക്ക് വന്ന് സെക്കൻഡുകൾ കൊണ്ട് അവനെ ഒരു ടോയ് ആക്കി മാറ്റും. അവനാണെങ്കിൽ പുതിയ ടോയ്ക്ക് ഇപ്പോൾ ഒരു ഡോർ കാണിച്ചു കൊടുക്കും. ഒന്നും മിണ്ടാൻ പാടില്ല, സ്ട്രെയിറ്റ് ആ ഡോർ തുറന്ന് അവിടെ ഒരു ഫാക്ടറി ഉണ്ട്, അവിടേക്ക് നീ പോയി ഇനി മുതൽ ഹാർഡായിട്ട് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ലിറ്റിൽ പീപ്പിളിന്റെ കിങ് ആ പാപ്പൻ ആള് പറയും, ആക്ച്വലി വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ചില റോ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് ഡെസ്റോസയിലേക്ക് പോകുമായിരുന്നു. പക്ഷെ അവിടെയുള്ള ജനങ്ങള് അവറ്റകള് ഞങ്ങളെ കണ്ട ഞങ്ങളെ വേട്ടയാടി നശിപ്പിക്കുകയായിരുന്നു അവരുടെ പ്രധാന പതിവ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോഫ്ലമിംഗോ അവൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഒരു ഓഫർ ഞങ്ങൾക്ക് തന്നത്. പക്ഷേ ഇതൊരു വലിയ കെണിയായിരിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. 900 വർഷങ്ങൾക്ക്
വർഷങ്ങൾക്ക് മുൻപ് ആ റോയൽ ഫാമിലി അവർ ഞങ്ങളെ എങ്ങനെ കഷ്ടപ്പെടുത്തിയോ അതുപോലൊരു കഷ്ടപ്പാടാണ് പിന്നെ ഞങ്ങൾക്കുണ്ടായത്. ആ റോയൽ ഫാമിലികൾ ഞങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു. ഞങ്ങളെപ്പോലുള്ള ചെറിയ മനുഷ്യരെ 5 മിനിറ്റ് പോലും ബ്രേക്ക് തരാതെ ഒരുപാട് ജോലി ചെയ്യിപ്പിച്ചും കഷ്ടപ്പെടുത്തിയും അവർ മുൻപോട്ട് കൊണ്ടുവന്നു. അവരുടെ പീഡനത്തിൽ ഞങ്ങളിൽ പലർക്കും ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അത് കേട്ട് ലിറ്റിൽ പീപ്പിൾസ് അവർ കരയാണ്. ആ അപ്പൂപ്പൻ കിങ് പറയും, അതിനുശേഷം 100 കൊല്ലങ്ങൾ കഴിഞ്ഞാണ് കിങ് റിക്കു ഈ ഐലാൻഡിലേക്ക് വരുന്നത്. അതുവരെ മനുഷ്യര് ഞങ്ങളെ അടിമയാക്കി വെച്ച് അവരവരുടെ സ്വത്തും സമ്പാദ്യങ്ങളും എല്ലാം തന്നെ കൂട്ടിക്കൊണ്ടേയിരുന്നു. ഞങ്ങളെ ഒരു സ്ലേവ്സ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്തത്. ഇങ്ങനെ ഒരു ഐലാൻഡും ഗ്രൗണ്ടും ഇവിടെ ഉണ്ടെന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു. പക്ഷേ കിങ് റിക്കു അദ്ദേഹം വന്നപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ മുൻപ് കണ്ട ആ റിക്കു കിങ്ങിന്റെ പൂർവികര് അവരാണ് റിക്കു കിങ് ആയിട്ട് അവിടേക്ക് ആദ്യം വന്നത്. അദ്ദേഹമാണെങ്കിൽ ആ ലിറ്റിൽ പീപ്പിളിനോട് കരുണ കാണിച്ച് അവിടെ ലോക്ക് ചെയ്തിരുന്ന എല്ലാ ലിറ്റിൽ പീപ്പിളിനെയും അവിടുന്ന് മോചിപ്പിച്ച് അവരുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു. ചെയ്ത എല്ലാ തെറ്റിനും അദ്ദേഹം ക്ഷമ ചോദിച്ച് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അത് ഇവിടെ നിന്ന് എടുക്കാം എന്നൊരു പെർമിഷൻ കൊടുക്കും. ആക്ച്വലി ആ ഒരു കാര്യമാണ് ആ ചുന്ദരി പെണ്ണ് അവള് റെസ്റ്റോറന്റിൽ വെച്ച് ചെയ്തത്. അതിനുശേഷം ജനങ്ങളുടെ ഒരുപാട് സാധനങ്ങൾ അവരടിച്ചു മാറ്റി. കിങ്ങിന്റെ അടുത്ത് പോയി ജനങ്ങൾ കംപ്ലൈന്റ് ചെയ്തു. അതിന് കിങ്ങും അവിടെയുള്ള ടോയ് സോൾജിയേഴ്സ് എല്ലാവരും അവരെ കൺവിൻസ് ചെയ്തു അത് ദേവതകൾ കൊണ്ടുപോകുന്നതാണ്, അതവർക്ക് കാണിക്കായിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവും. അതിനുശേഷം അവിടേക്ക് വരുന്നവരും അവിടെയുള്ള ജനങ്ങളും എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്ത് സാധനങ്ങൾ ഇഷ്ടപ്പെട്ടു പോയാലും അത് ദേവതകൾ കൊണ്ടുപോയതാണ് എന്ന് കണക്കാക്കാനായിട്ട് തുടങ്ങി. ആങ്കിയാണെങ്കിൽ ആ സ്റ്റോറിയൊക്കെ കേട്ട് അങ്ങനെ പൊട്ടിക്കരയാണ്. വാവ്, ഇത്രയും നല്ലൊരു കിങ്ങിനെ എവിടെയും കാണാൻ പോലും കിട്ടില്ല. അതിനാൽ ലിറ്റിൽ പീപ്പിൾ കിങ് പറയും, ആക്ച്വലി അദ്ദേഹത്തിന് എല്ലാവരോടും ഭയങ്കര സ്നേഹമായിരുന്നു. അടുത്തുള്ള രാജ്യങ്ങളോട് അദ്ദേഹത്തിന് വളരെ സ്നേഹവും അനുകമ്പയും ഉണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അദ്ദേഹം അവരെ സഹായിച്ചിരുന്നു. അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായം ചെയ്തു കൊടുത്തത് ഞങ്ങൾ ലിറ്റിൽ പീപ്പിൾ ആണ്. ഒരുപാട് സാമ്പത്തികമായിട്ട് ഞങ്ങൾ സഹായിച്ചു. അതുമാത്രമല്ല ഈ ഐലാൻഡിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്നത് ഞങ്ങളാണ്. പച്ചപ്പ്, വെള്ളമില്ലാത്തടത്ത് വെള്ളം, അങ്ങനെ പല പല നവോത്ഥാനങ്ങളും ഞങ്ങൾക്ക് ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. അതിനുശേഷമാണ് വീണ്ടും ആ ഡോഫ്ലമിംഗോയും അവന്റെ ഫാമിലി ഇവിടേക്ക് വന്നത്. അവര് അവരുടെ പഴയ വൃത്തികെട്ട റൂളിംഗ് അത് ആരംഭിച്ചു. ലിറ്റിൽ പീപ്പിൾ ഗ്യാങ്ങിലെ 500 പേരെയും എന്റെ മകളെയും അവർ തട്ടിക്കൊണ്ടുപോയി ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് അവരെ എങ്ങനെയെങ്കിലും മോചിപ്പിച്ച് ഈ ഡോഫ്ലമിംഗോയെ ഇവിടെ നിന്ന് തല്ലി ഓടിക്കണം. അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ എല്ലാവരും ചേർന്ന് അവരെ തുരത്തി ഓടിക്കുമെന്ന് പറഞ്ഞ് അവരിപ്പോ ജയ് വിളിക്കുകയാണ്. അതിന് ഉസോപ്പും അവർക്ക് കട്ട സപ്പോർട്ട് കൊടുക്കും. അപ്പോഴായിരിക്കും അവര് CCTVയിൽ അവിടെ നടക്കുന്ന ഫൈറ്റിനെ കുറിച്ച് കാണുക. അവിടെ റെബേക്കയെ നോക്കി ആ ജനങ്ങൾ എല്ലാവരും ചീത്ത വിളിക്കുന്നത് കണ്ട് ഷോക്കാവും. അവൾ ആക്ച്വലി റിക്കു ഫാമിലിയിലെ ഒരു മെമ്പറാണ്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം ജനങ്ങൾക്ക് അവളോട് ഇത്രയും വെറുപ്പ്? അപ്പോഴായിരിക്കും ആ ടോയ് സോൾജിയർ പറയാ, വർഷങ്ങൾക്ക് മുൻപ് റിക്കു കിങ്ങും ഇവിടെ ഉള്ള സമയത്താണ് ഈ ഐലാൻഡിൽ വലിയൊരു വിപത്ത് സംഭവിച്ചത്. ആ ഡോഫ്ലമിംഗോ അവൻ റോയൽ ഫാമിലിയിലുള്ള ഒരുപാട് പേരെ ഉപദ്രവിച്ചു. പലരുടെയും വീടിന് അവൻ തീയിട്ടു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് റബേക്കയായിട്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും റബേക്കയെ മാത്രം ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. കാരണം എനിക്ക് അവൾ അത്ര ഇഷ്ടമാണ്. ആക്ച്വലി ഈ ടോയ് സോൾജിയർ അദ്ദേഹം മറ്റാരുമല്ല, റബേക്കയുടെ പപ്പ തന്നെയാണ്. അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ആൾക്കാർ അവർ ഷോക്കാവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.